രാമക്ഷേത്രത്തിന് ആരും എതിരല്ല. എല്ലാ വിഭാഗങ്ങളും, എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ പ്രധാനമാണ്. അത് തന്നെ പരസ്പരം എല്ലാവരും ബഹുമാനിക്കേണ്ടതുമാണ്. ഇപ്പോൾ രാമക്ഷേത്രം ഒരു മുസ്ലിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ വരുന്നത്. ഇന്ത്യയിൽ ശ്രീരാമൻ്റെ പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളോ മതനിരപേക്ഷവാദികളോ എതിരല്ല എന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന വളരെ സ്വാഗതാർഹവും സത്യസന്ധവുമാണ്. പക്ഷേ അദ്ദേഹം അതോടൊപ്പം ചേർത്ത് പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണല്ലോ എന്ന നിലയിലാണ്. വസ്തുതാവിരുദ്ധമാണ് ആ പരാമർശം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സുന്നി വഖഫ് ബോർഡ് കൈവശം വെച്ച 2.77 ഏക്കർ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഈ വിധിയോടനുബന്ധിച്ചുകൊണ്ട് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഇതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവില്ല എന്നുകൂടിയാണ്. എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയ സ്ഥാനത്ത് സുന്നി വഖഫ് ബോർഡിൻ്റെ അവകാശപ്പെട്ട ഭൂമിയിൽ നിർമ്മിക്കാൻ പോകുന്ന ശ്രീരാമ ക്ഷേത്രമുണ്ടല്ലോ, ആ ക്ഷേത്രത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണ്, മുസ്ലിം സമുദായം ഒരു നിലയിലും അംഗീകരിക്കാത്തതുമാണ്, മതനിരപേക്ഷവാദികൾ വളരെ വേദനയോടുകൂടി നോക്കിക്കാണുന്നതുമാണ് എന്ന യാഥാർത്ഥ്യത്തെ നിരാകരിച്ചുകൊണ്ടാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സുന്നി വഖഫ് ബോർഡിൻ്റെതാണ് 2.77 ഏക്കർ ഭൂമി എന്ന് കോടതി തന്നെ പരാമർശിക്കുന്നുണ്ടായിരിക്കെ ഇന്ത്യയിലെ വഖഫ് നിയമങ്ങളെല്ലാം പറയുന്ന സുപ്രധാനമായ ഒരു വാചകം വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നതാണ്. ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ അത് കാലാകാലം വഖഫാണ്. വഖഫ് എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം ദൈവികമായ മാർഗത്തിൽ സമർപ്പിതമായ ഭൂമി എന്നാണ്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വന്തം ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വഖഫാണ് എന്ന്, സുന്നി വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് രഞ്ജൻ ഗൊഗോയ് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തിൻ്റെ താല്പര്യം മാനിച്ചുകൊണ്ട് അവിടെ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാം എന്നതാണ് ആ വിധിയുടെ അവസാന വാചകം. ഇതാണ് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെ വിധിയിൽ വിശ്വാസമില്ലാത്തവരാക്കി തീർത്തത്. പ്രസ്തുത വിധി നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ സാംസ്കാരിക നായകന്മാരെയും നിയമപരമായ അറിവുള്ള ആളുകളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നോ അവിടെ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രമുണ്ടാക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നോ ഒരു മതേതര വിശ്വാസിയും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അന്യായവും അനധികൃതവുമാണ് ആ നിർമ്മാണ പ്രവർത്തനം എന്നാണ് ഏവരും പറഞ്ഞത്. അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ ഉയർത്തിക്കാണിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വവും മതനിരപേക്ഷ വിശ്വാസികളും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. ആ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ടും ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടുമാണ്, അവരുടെ താല്പര്യത്തെ നിരാകരിച്ചുകൊണ്ടുമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിലൂടെ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ആരെയാണ് ഭയപ്പെടുന്നത് ഇത്തരം പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി? ഏത് ഏജൻസിയെയാണ് അദ്ദേഹം ഭയപ്പെടുന്നത് എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. രാജ്യമാസകലം എല്ലാ സെലിബ്രിറ്റികളും ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഹാജരാവുന്നതിൻ്റെ പിന്നിൽ വിവിധ താല്പര്യങ്ങളുണ്ട് എന്ന് പല തരത്തിലുള്ള ചർച്ചകൾ രാജ്യമാസകലം നടന്നു വരികയാണ്. EDയെ പേടിച്ചുകൊണ്ടാണ് പല സെലിബ്രിറ്റികളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് നിഷ്പക്ഷമതികളായ വാർത്താമാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയത്തെയും സാമൂഹ്യ താല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നവരും പരാമർശിക്കുന്നു, നോക്കിക്കാണുന്നു എന്നത് വിസ്മരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിച്ചാൽ എന്തിനെ ഭയപ്പെടുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നത് പരമപ്രധാനമാണ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല.